കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ മേൽപ്പാലത്തിലടിയിലൂടെ കടന്നുപോകുമ്പോൾ കോൺക്രീറ്റ് ബീമുകളിൽ തട്ടുന്നത് ആശങ്ക ഉയർത്തുന്നു. കാസർഗോഡ് ഭാഗത്ത് നിന്നും കാഞ്ഞങ്ങാട് നഗരത്തിലൂടെ കടന്നുവരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിലെ മേൽപ്പാലത്തിന് താഴെ കൂടി കടന്നു പോകുമ്പോഴാണ് മുകൾ ഭാഗം കോൺക്രീറ്റ് ബീമുകളിൽ തട്ടുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണമുയരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കണ്ടിട്ടില്ല. പ്രദേശത്ത് ഓവുചാലും അശാസ്ത്രീയമായി നിർമ്മിച്ചതിനാൽ വെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകുന്നില്ല. നഗരത്തിൽ നിന്നടക്കമുള്ള വെള്ളം ഒഴുകിയെത്തി പ്രദേശത്ത് കെട്ടി നിൽക്കുമെന്നതിനാൽ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശങ്കയിലാണ്. സർവീസ് റോഡിൽ നടപ്പാതയില്ലാത്തതും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ മേൽപ്പാലം ഇപ്പോൾ സമീപകാലത്തായി വാഹനങ്ങൾ പോകുമ്പോൾ മേൽപ്പാലത്തിന്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങളുടെ മുഖഭാഗം വരസുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. വലിയ ശബ്ദമാണ് ഈ വരസലിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ ഞങ്ങളുടെ ആശങ്ക ഈ പാലം താഴ്ന്നു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ആശങ്ക അടിയന്തരമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് പരിഹരിച്ച് ആ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ ഡ്രൈനേജിൽ കൂടി പോകുന്ന വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ടിന് ശാശ്വതമായൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കി. കാരണം മഴക്കാലമായാൽ ഈ പ്രദേശത്താകെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അത് വലിയ ആശങ്ക. ഈ കുടിവെള്ളമായാലും കുട്ടികൾ ഉൾപ്പെടെയുള്ള പോകുന്ന റോഡുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളായാലും വലിയ ആശങ്ക നിലവിലുണ്ട്. അത് രണ്ടും അടിയന്തരമായും ഇതിന്റെ ഭാഗമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് പോകണം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധമടക്കമുള്ള ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, കാസർഗോഡ്.